السلام عليكم ورحمة الله تعالى وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും കമറാണ് ശംസാണ് നബി. ചൊല്ല് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യോ നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേക് റബ്ബനാ. അസ്സലാത്തു والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആക്ക് നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്നത് നീ ഏറ്റെടുക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഈമാനോടുകൂടെ അദബോടുകൂടെ അച്ചടക്കത്തോടുകൂടെ എല്ലാവരും ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി എല്ലാവരിലേക്കും നിയ്യത്താക്കിക്കോ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിട്ടില്ലേ? മക്കൾ മരണപ്പെട്ടു പോയവർ വരെ ഈ സദസ്സ് കാണുന്നില്ലേ? നിലമേലുള്ള ഫാത്തിമ മോളടക്കം പടച്ച റബ്ബേ, പലർക്കും മക്കള് നഷ്ടപ്പെട്ടു പോയി അല്ലാ. നിന്റെ തീരുമാനത്തിൽ എല്ലാവരും ക്ഷമിക്കുന്നു അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഖബറാളികൾക്ക് ഫാത്തിമ മോളടക്കം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബറിലേക്കും ഈ മജ്ലിസിന്റെ വെളിച്ചത്തെ എത്തിക്കണേ അല്ലാ. അവരെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ അല്ലാ. സ്വർഗീയ അനുഭൂതികളെ കൊണ്ട്, ആരാമങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് പലരും എന്നെ വിളിച്ചുകൊണ്ട് ഒരുപാട് തവണ ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരു ഉമ്മയും ഉപ്പയും പ്രത്യേകം വിളിച്ച് ദുആ കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്ക് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അതുപോലെ ഒരുപാട് ഉമ്മമാര്, സഹോദരിമാർ അവരെ നീറുന്ന വിഷമങ്ങൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, എല്ലാവരും നല്ല തഖ്വയോടെ എൻ്റെ കൂടെ ചൊല്ലണം. നല്ല തഖ്വയോടെ ബദരീങ്ങളെ തവസ്സിലാക്കിക്കൊണ്ടുള്ള ബൈത്ത് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. തവസ്സുൽ ബൈത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനെ അസ്മാഉൽ ഹുസ്ന തുടങ്ങും. ഞാനിപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് സിയാറത്ത് മറ്റേ മമ്പുറം മക്കാമ്, അതുപോലെ പൈതൽ ജാറം മക്കാമ്, പൊന്നാനി ഇവിടെയൊക്കെ പോയിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയതേ ഉള്ളൂ. നേരെ മജ്ലിസിലേക്ക് ഓടി വന്നിരിക്കുകയാണ്. മജ്ലിസ് മുടങ്ങണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. രാവിലെ സുബഹിസ്കാരം കഴിഞ്ഞ് പോയതാണ്, ഇതുവരെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. വണ്ടി ഓടിക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു. വണ്ടി ഞാൻ തന്നെയാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലും. ബദരീങ്ങളെ തവസ്സിലാക്കിയതിന് ശേഷം ഒരു 33 സ്വലാത്തും ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ അയ്യൂബ് ഉസ്താദ് ഇന്നുണ്ട്. നമ്മളെ ഉലൂഹിയത്തിൻ്റെ വിഷയം അത് പ്രത്യേകം ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്താണ്.
പ്രത്യേകം ഉലൂഹിയത്തിൻ്റെ വിഷയം നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് അറിവ് നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഉലൂഹിയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് ആളുകൾ തികഞ്ഞാലേ ഇപ്പം നമുക്കത് നടക്കുള്ളൂ. ഉലൂഹിയത്തായതുകൊണ്ട് എല്ലാവരോടും നമുക്ക് പറയാൻ കഴിയൂല. എല്ലാവർക്കും ഇപ്പോൾ 7 ആളുകളിൽ ഒരു ഷെയർ കൂടണം. ഒരു ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ 7 ഷെയറായിട്ട് അങ്ങനെയാണ് നമ്മൾ പിരിയുക. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ പറ്റൂല. അപ്പോൾ അതിന് പറ്റിയ ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മലയോര മേഖലകളിലുള്ള വളരെ സാധുക്കളായ കുടുംബങ്ങൾ അവർക്കൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ, നമ്മുടെ മജ്ലിസിൻ്റെ കീഴിൽ അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. 2-3 ഷെയർ വേറെ ആളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 6 എണ്ണം ഒരു എത്ര ആയത് 3 എണ്ണം ആയിട്ടുണ്ട്. 7 ഷെയറിൽ 3 എണ്ണം ആയിട്ടുണ്ട്. അപ്പം ബാക്കി നമുക്ക് 4 എണ്ണം ആവുന്നുണ്ട് ഇല്ലേ ഉസ്താദേ? ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അതിന് ആളുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ, ആർക്കാണോ താല്പര്യമുള്ളത് അവർ കമൻറ്റിൽ അറിയിച്ചാൽ ഇവിടെ നോക്കാൻ ഇവിടെ ഉസ്താദുമാരുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ അഡ്മിന്മാരുണ്ട്. അള്ളാഹു ഖൈറ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഉലൂഹിയത്ത് അതുപോലെ ദുൽഹിജ്ജ നമ്മളെ വലിയ പെരുന്നാൾ ഒക്കെ വരികയാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇന്ന് അയ്യൂബ് ഉസ്താദ് സംസാരിക്കും. ഞാൻ സംസാരിക്കാൻ വിചാരിച്ചതാണ്. എന്നെക്കൊണ്ടൊന്നും കഴിയാത്ത അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളൊക്കെ ദിവസങ്ങളിൽ നമുക്ക് വലിയ പെരുന്നാളും അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ അയ്യൂബ് ഉസ്താദ് നോളജ് സിറ്റിയിലെ അവിടുത്തെ പ്രൊഫസറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഇൽമും തഖ്വയും ഹിദായത്തും അള്ളാഹു ഏറ്റി നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ഗുണങ്ങൾ നേടുവാൻ, കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ, സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കടം വീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. മുത്ത് നബിയുടെ പൂമുഖം മാനാമിലൊന്ന് കാണുവാൻ ബദരീങ്ങളെ ബറക്കത്തിനാൽ തൗഫീഖ് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈക്കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവാ സൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ നല്ല അദബില്, നല്ല അച്ചടക്കത്തില്, നല്ല ഇഖ്ലാസില് നിങ്ങളെല്ലാവരും ഇനി എൻ്റെ കൂടെ ചൊല്ലണം. നല്ല തഖ്വയിൽ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലണം. ഹബീബായ തങ്ങളെ പേരിൽ ഒരു 33 സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
എല്ലാവരും നിയ്യത്താക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങളെ മദദ് കിട്ടണം, തങ്ങളെ നസ്ർ കിട്ടണം. അൽഹംദുലില്ലാ, ഇന്ന് സിയാറത്തിന് പോയപ്പോ നിങ്ങളെല്ലാവരെയും ഞാൻ ഓർത്ത് ദുആ ചെയ്തിട്ടുണ്ട്. നൂറുൽ ഹുദാ മജ്ലിസുള്ളവർക്ക് പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാ, ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم صل على النور واهله 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 الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇനി അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങളാണ് ചൊല്ലാനിരിക്കുന്നത്. അസ്മാഉൽ ഹുസനയാണ് ചൊല്ലുന്നത്. അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, നിന്റെ നാമങ്ങളാണ് ഞങ്ങൾ ചൊല്ലുന്നത്. ആ ചൊല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോടല്ലാതെ ഞങ്ങളെ വിഷമങ്ങൾ വേറെ ഒരു മഖ്ലൂക്കിനോടും ഞങ്ങൾ പറയാറില്ല അല്ലാ. നിനക്ക് നൽകുന്ന സ്ഥാനം നിനക്ക് മാത്രമേ ഞങ്ങൾ നൽകാറുള്ളൂ. ഔലിയാക്കന്മാരെ ഞങ്ങൾ വിളിക്കാറുണ്ട്, അമ്പിയാക്കന്മാരെ ഞങ്ങൾ വിളിക്കാറുണ്ട്. നീ കൊടുത്ത കഴിവ് കൊണ്ടവർ ഞങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാഹുവേ, മഹാന്മാരെ കാവല് കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. മഹാന്മാരെ മദദ് നസ്ർ നദർ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. രോഗങ്ങൾ മാറണം, കടങ്ങൾ വീടണം, നമ്മുടെ വിഷമങ്ങളൊക്കെ തീരണം, കുടുംബ ബന്ധങ്ങളൊക്കെ നന്നാകണം, കുടുംബ ബന്ധങ്ങൾ നന്നാകണം. നാലാമതായി ചെയ്യുന്ന ജോലികളിൽ ബർക്കത്തുണ്ടാകണം. അഞ്ചാമതായി ഈമാൻ സലാമത്താകണം. ആ ഈമാൻ സലാമത്തായാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹ് ഏറ്റെടുക്കുകയുള്ളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ മാത്രം ഞങ്ങൾക്ക് ജീവിച്ചാൽ പോരാ, ഞങ്ങൾ ആ വിശ്വാസമുള്ളവരാണ്. നാളെ ആഖിറത്തിലും ഞങ്ങൾ തരണം ചെയ്യേണ്ടവരാണ്. ആ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. റബ്ബേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. സത്യം സത്യമായി മനസ്സിലാക്കാനും ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലിനെ പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് തട്ടിത്തെറിപ്പിക്കാനും ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, നിയ്യത്താക്കിക്കോ എല്ലാവരും. 5 അസ്മാഉൽ ഹുസ്ന ഒന്നാമത് ചൊല്ലുന്നത് എന്തിനാ? രോഗങ്ങൾ മാറണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ
ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. എല്ലാവരും നിയ്യത്താക്കിക്കോ. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പടച്ച റബ്ബ് കാര്യങ്ങളെ ഏറ്റെടുക്കുന്നത്. നല്ല നിയ്യത്ത് വെച്ചോ, നല്ല തഖ്വയോടുകൂടെ എല്ലാവരും എൻ്റെ കൂടെ ചൊല്ലിക്കോ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا مهيمن يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا بارئ يا الله، يا مصور يا الله، يا غفار يا الله، يا قهار يا الله، يا وهاب يا الله، يا رزاق يا الله، يا فتاح يا الله، يا عليم يا الله، يا قابض يا الله، يا باسط يا الله، يا خافض يا الله، يا رافع يا الله، يا معز يا الله، يا مذل يا الله، يا سميع يا الله، يا بصير يا الله، يا حكم يا الله، يا عدل يا الله، يا لطيف يا الله، يا خبير يا الله، يا حليم يا الله، يا عليم يا الله، يا غفور يا الله، يا شكور يا الله، يا علي يا الله، يا كبير يا الله، يا حفيظ يا الله، يا مقيت يا الله، يا حسيب يا الله، يا جليل يا الله، يا كريم يا الله، يا رقيب يا الله، يا مجيب يا الله، يا واسع يا الله، يا حكيم يا الله، يا ودود يا الله، يا مجيد يا الله، يا باعث يا الله، يا شهيد يا الله، يا حق يا الله، يا وكيل يا الله، يا قوي يا الله، يا متين يا الله، يا ولي يا الله، يا حميد يا الله، يا محصي يا الله، يا مبدئ يا الله، يا معيد يا الله، يا محيي يا الله، يا مميت يا الله، يا حي يا الله، يا قيوم يا الله، يا واجد يا الله، يا ماجد يا الله، يا واحد يا الله، يا أحد يا الله، يا صمد يا الله، يا قادر يا الله، يا مقتدر يا الله، يا مقدم يا الله، يا مؤخر يا الله، يا أول يا الله، يا آخر يا الله، يا ظاهر يا الله، يا باطن يا الله، يا والي يا الله، يا متعالي يا الله، يا بر يا الله، يا تواب يا الله، يا منتقم يا الله، يا عفو يا الله، يا رؤوف يا الله، يا مالك الملك يا الله، يا ذا الجلال والإكرام يا الله، يا مقسط يا الله، يا جامع يا الله، يا غني يا الله، يا مغني يا الله، يا مانع يا الله، يا الله يا الله، يا نافع يا الله، يا نور يا الله، يا هادي يا الله، يا بديع يا الله، يا باقي يا الله، يا وارث يا الله، يا رشيد يا الله، يا صبور يا الله. الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله 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 ثم الحمد لله. يا الله يا الله فرجنا من وباء. يا الله يا الله فرجنا بالنوبة بأسمائك الحسنى. انصرنا يا الله عجلنا بالفتح. يا الله يا الله. സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയവരാണ്. നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, രണ്ടാമത്തെ അസ്മാഉൽ ഹുസ്ന എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിട്ടാൻ എല്ലാവരും നിയ്യത്താക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ്
യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ മുഅ്മിനു യാ അല്ലാഹ്, യാ മുഹൈമിനു യാ അല്ലാഹ്, യാ അസീസു യാ അല്ലാഹ്, യാ ജബ്ബാറു യാ അല്ലാഹ്, യാ മുതകബ്ബിറു യാ അല്ലാഹ്, യാ ഖാലിഖു യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഖഹാറു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ റസാഖു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ അലീമു യാ അല്ലാഹ്, യാ ഖാബിദു യാ അല്ലാഹ്, യാ ബാസിതു യാ അല്ലാഹ്, യാ ഖാഫിദു യാ അല്ലാഹ്, യാ റാഫിഉ യാ അല്ലാഹ്, യാ മുഇസ്സു യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, യാ ഹക്കമു യാ അല്ലാഹ്, യാ അദ്ലു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ഖബീറു യാ അല്ലാഹ്, യാ ഹലീമു യാ അല്ലാഹ്, يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الحمد لله الحمد لله الحمد لله الحمد لله ثم الحمد لله മുത്തമുഅ്മിനീങ്ങളെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം. എല്ലാം നിയ്യത്താക്കിക്കോ, എല്ലാം നിയ്യത്താക്കിക്കോ ഇൻഷാ അല്ലാഹ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ബഹുമാനപ്പെട്ട അയ്യൂബ് ഉസ്താദിന്റെ സംസാരം ഉണ്ടാകും. എല്ലാവരും നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله
الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا الله يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله 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 ثم الحمد لله അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു ആയത്ത് സ്വലാത്ത് ചൊല്ല്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകണേ അല്ലാ. എല്ലാവരും പെട്ടെന്ന് ആമീൻ പറയുക ഇൻഷാ അല്ലാ. ഇന്ന് ഒട്ടും വയ്യ, നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറക്കം വരികയാണ്. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും കൂടെ നല്ല തഖ്വയിൽ ആമീൻ പറയണം. അതിന് ശേഷം 1000 ആളുകൾ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ അയ്യൂബ് ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ടാവും, അത് നിങ്ങളെല്ലാവരും കേൾക്കണം. എന്തൊക്കെയാണ് നമ്മൾ ഉലൂഹിയത്തിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മഹത്വം, വലിയ പെരുന്നാളിൻ്റെ മഹത്വം എല്ലാം ഉസ്താദ് ഇൻഷാ അല്ലാ നമുക്ക് വിശദമായിട്ട് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൽമ് കേൾക്കണം. ആ കേൾക്കുന്ന ഇൽമ് കാരണം കൊണ്ട് നമ്മുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നമുക്ക് ഇൽമ് കേൾക്കാൻ വലിയ മടിയാണ് അല്ലേ? ഇങ്ങനെ ദ്വരക്കാണെങ്കിൽ ദിക്ർ എല്ലാണെങ്കിൽ എല്ലാവരും വന്നിരിക്കും. കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊക്കെ വീടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കും. ഒരു ഇൽമ് അള്ളാഹുവിൻ്റെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാര്യങ്ങളൊന്നറിയാൻ നാളെ തങ്ങൾ വീട്ടിലുണ്ടാകുമെന്ന്. നാളെ വീട്ടിലുണ്ടാവില്ല, നാളെ സ്ഥാപനത്തിലുണ്ടാവും. അമ്പംകുന്ന് മീറാനോലി ഉപ്പാപ്പാൻ്റെ സ്ഥാപനത്തിൽ ഞാൻ നാളെ ഉണ്ടാകും. ഉലൂഹിയത്തിൻ്റെ വിഷയം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഒന്നുകൂടെ പറയാണ്. ഈ വർഷത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് ഉലൂഹിയത്ത് കർമ്മം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനർഹരായ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ യതീമായ മക്കളുടെ വേണ്ടപ്പെട്ടവർ, അവരെ കൊണ്ടുവരാൻ വരുന്നവർ, അവർക്കൊക്കെ നമുക്ക് കൊടുക്കണം. ഉലൂഹിയത്ത് പിന്നെന്താ 1ൻ്റെ അന്നല്ല, 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3ൻ്റെ അന്നാണ് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ അവർക്കൊക്കെ ഓരോ ഷെയർ കൂടാട്ടോ. ഒരറിവ് എന്ന് പറഞ്ഞാൽ 7 ആൾ കൂടിയിട്ടാണ്, 7 ആൾ കൂടിയിട്ടാണ് ഒരറിവ് കൂടുന്നത്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് അയ്യൂബ് ഉസ്താദ് നമുക്ക് സംസാരിച്ച് തരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കയ്യിൽ ഒരു ഷെയർ എന്ന് പറയുന്നത് ഉസ്താദ് എത്ര വരിക? 8000 ഒരു ഷെയർ 10,500. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ 80,000 രൂപ അല്ലേ? ഒരു പോത്തിന് അല്ലേ? പോത്ത് കാളെ എന്താ
അൽഹംദുലില്ലാ. അങ്ങനെയാണ് 10,500 നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ ഒരാൾ അങ്ങനെ 7 ആളെ ഏറ്റെടുക്കണം അല്ലേ? ആടിനാണെങ്കിൽ ഷെയർ വേണ്ട. അതല്ല, താല്പര്യമുള്ള ആളുകളുണ്ടാവും, ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ അറുത്ത് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. നിങ്ങളെ പിന്നെ ഉദ്ദേശങ്ങൾ അതുപോലെ പറയാനുള്ളത് ഹബീബായ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ ഹബീബായ തങ്ങൾ പറഞ്ഞത്? 7 ഒരു ഷെയർ കൂടാൻ പോലും പണം കയ്യിലുണ്ടായിരിക്കെ അതിൽ നിന്ന് പോലും വിട്ടുനിന്ന ആള് മുസല്ലയിലേക്ക് വരരുതെന്ന്. ആ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അവിടെ നമ്മൾ ഗൗരവം മനസ്സിലാക്കേണ്ടത് എന്താണ് ഉളുഹിയത്ത് എന്നുള്ളത്. എല്ലാ വർഷവും എല്ലാ മാസം എല്ലാ ദിവസമൊന്നും ഇല്ല ഈ സംഭവം. വർഷത്തിൽ ഒരൊറ്റ പ്രാവശ്യമല്ലേ ഉള്ളൂ. 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ എടുക്കാനുണ്ടായിരിക്കെ അതിൽ നിന്ന് ആരും ഒഴിഞ്ഞു നിൽക്കരുത്. ഇൻഷാ അല്ലാ കഴിയുന്ന ആളുകൾ അത് ഏറ്റെടുക്കണം. നിങ്ങൾ നോക്ക്, നമ്മൾ അഡ്മിന്മാരുടെ നമ്പറും കൊടുക്കുന്നുണ്ട്, അതിലേക്കും വിളിച്ചറിയിക്കാം. ഇൻഷാ അല്ലാ. പെരുന്നാൾ കഴിഞ്ഞ് 3-ൻ്റെ അന്ന്, മൂന്നാം പെരുന്നാൾക്ക്, വലിയ പെരുന്നാളിൽ 3-ാം പെരുന്നാൾക്കാണ് ഇൻഷാ അല്ലാ അയ്യാമുത്ത ശരീക്കിന് ഇൻഷാ അല്ലാ ഇവിടെ വെച്ച് അറിവുണ്ടാകും. 7 ആൾക്ക് കൂടാ, 7 ആൾക്ക് 10,500 വെച്ച് തരാം അല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല വിശാലമായിട്ട് നമ്മുടെ ക്യാമ്പസിൽ ഒരുപാട് ആളുകൾ, 120ഓളം വരുന്ന മക്കൾ പഠിക്കുന്ന ക്യാമ്പസാണ്. യതീമായ അഗതികളായ മക്കൾ പഠിക്കുന്ന ക്യാമ്പസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വെച്ച് നടത്താനും ഒരുപാട് ആളുകളിലേക്ക് അത് എത്തിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിൻ്റെ പുണ്യങ്ങൾ ഏറ്റുവാങ്ങാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാ വിശദമായി ഉസ്താദ് അവർകൾ സംസാരിക്കും. ആ വിഷയങ്ങളെല്ലാം ആ ഇൽമ് കേൾക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മാനസിക, ശാരീരിക, പൈശാചിക, സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. നമുക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരെ ഇരുന്ന് സിനിമ കാണാൻ ഒരു മടിയുമില്ല അല്ലേ? നമ്മുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. 2-3 മണിക്കൂറും സിനിമ നല്ല ത്രില്ലോടുകൂടെ രസിച്ചുകൊണ്ട് അതിലേക്ക് അങ്ങ് മുഴുകിപ്പോയി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അള്ളാന്റെ ഇൽമ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ എന്ന് ഖുർആനിൽ അല്ലാഹ് പറയാണ്. വളരെ കുറച്ച് തന്നിട്ടുള്ളൂ. അതിൽ നിന്നൊരൽപ്പം കുറച്ച് നേരം കേൾക്കാൻ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അതൊക്കെ വലിയ നമ്മളെ മുസ്ലിം ഉമ്മത്തിൻ്റെ വലിയ ആരാധനകളിൽ വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകളും ആ ഇൽമ് കേൾക്കുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഉസ്താദ് അവർകൾ പറയുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി കേൾക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം, ക്രമീകരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ നേരം ഒന്ന് ദ്വാർന്നിട്ട് ഇൻഷാ അല്ലാഹ് വിളിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅഹ്ലി ബൈതിഹി വസഹ്ബിഹി വസല്ലിം സ്വലാത്തൻ തുർദീക വതുർദീഹി വതർളാ ബിഹാ അന്നാ യാ അർഹമർ റഹീമീൻ സ്വലാത്തൻ തഹല്ലു ബിഹാ ഉഖദതനാ വതുഫർരിജു ബിഹാ കുർബതനാ വതുജീദു ബിഹാ ഖസ്ലതനാ വതുൻഖിദു ബിഹാ വഹ്ലതനാ വതുഹസ്സിനു ബിഹാ മൗതതനാ വഖത്രതനാ വതുൻജി ബിഹാ كل شدتنا وكدتنا وعلى آله وصحبه وسلم عدد تقالب الأيام والسنين والحمد لله رب العالمين أرحم الراحمين آية الملك الجبار آية ربه ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്നകൾ ഏറ്റെടുക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ല സവാബ് സയ്യിദുൽ വജൂദായ തങ്ങളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, മാനസികവും ശാരീരികവും പൈശാചികവും സാമ്പത്തികവുമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് തെറ്റുകൾ ജീവിതത്തിൽ പല സമയങ്ങളിലായി ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹുവേ. വേറൊരാളെ നോവിച്ചത്, ഞങ്ങളുടെ നാവ് കൊണ്ട് വിഷമിപ്പിച്ചത് എല്ലാം പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. വേറൊരാളെ വിഷമിപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൊണ്ട് വേറെ ഒരാൾക്കും ശല്യം നൽകല്ലേ അല്ലാഹ്. എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പലരും പല ഉദ്ദേശങ്ങൾ വെച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കാറുണ്ട് അല്ലാഹ്. പല സങ്കട
സങ്കടങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ, എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ക്യാൻസർ കൊണ്ടോ ട്യൂമർ കൊണ്ടോ അതുപോലെയുള്ള മാരക രോഗങ്ങളെ കൊണ്ടോ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരുപാട് കടങ്ങളുണ്ട്, ലക്ഷങ്ങൾ കടങ്ങളുണ്ട്. വീട്ടിൽ തരാൻ ഈ മജ്‌ലിസ് ഒരു കാരണമാക്കണേ അല്ലാ. മല പോലെ ഇറങ്ങി വരുന്ന മുസീബത്തുകൾ മഞ്ഞുപോലെ ആക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, മോശപ്പെട്ട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും കാത്തു രക്ഷിക്കണേ അല്ലാ. എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബേ, ഞങ്ങളെ മക്കള് അവരുടെ പഠനങ്ങളെല്ലാത്തിലും പുരോഗതി നൽകണേ അല്ലാ. ചെയ്യുന്ന ജോലികളിൽ ഭർത്താക്കന്മാര്, ബാപ്പമാര്, കൂടപ്പറപ്പീങ്ങള്, അല്ലാഹുവേ മക്കള്, പേരമക്കള്, സുഹൃത്തുക്കള്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പല നിലക്ക് ജീവിക്കുന്നവരാ. എല്ലാവരുടെ ജീവിതമാർഗങ്ങളിലും ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഉലൂഹിയത്തിനെ കുറിച്ച്, അതുപോലെ വലിയ പെരുന്നാളിനെ കുറിച്ച് അയ്യൂബ് ഉസ്താദ് ഞങ്ങൾക്ക് ഇവിടെ ഇൽമു പറഞ്ഞു തരാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ അത് മനസ്സിലാക്കാൻ, അത് കേൾക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അത് കേൾക്കുന്ന കാരണം കൊണ്ട് ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. നിന്റെ ഇൽമു കേൾക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ സർവ്വ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു തരണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആബിദീങ്ങളും ഹാഫിളീങ്ങളും ആക്കി തരണേ അല്ലാ. ഇരുലോകത്തും ഞങ്ങളെല്ലാവരെയും നീ വിജയിപ്പിക്കണേ അല്ലാ. ഇരുലോകത്തും ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാ. ത്വാഹിറ ഉമ്മ പറയുന്നത് പോലെ അവസാനം ഹബീബായ തങ്ങളെ തിരുഹദറത്തിൽ വെച്ച് കലിമ ചൊല്ലി അല്ലാഹുവേ ഹബീബിന്റെ പുന്നാര പൂമുഖം മനാമിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് വളരെ ആദരവോടുകൂടെ ബഹുമാനത്തോടുകൂടെ അയ്യൂബ് ഉസ്താദിനെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ സാറ അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇഖ്വതി ഫില്ലാഹ്, ഊസീകും വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. അനിത്തഖുല്ലാഹ് ഇത്തഖുല്ലാഹ ഫിസ്സിർരി വൽ അലാനിയ ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. ബലിപെരുന്നാൾ ഹജ്ജ് മാസമാണ്. ഹജ്ജ് മാസം എന്ന് പറഞ്ഞാൽ ഈദുൽ ഫിത്തർ കഴിഞ്ഞ് ഹജ്ജ് മാസമാണ്. ഹജ്ജിൻ്റെ ദിവസങ്ങൾ ദുൽഹിജ്ജ 8 മുതൽ 13 വരെയാണ് ഹജ്ജിൻ്റെ ദിവസങ്ങൾ. ഹജ്ജിൽ പ്രധാനമായും ഖലീലുർ റഹ്മാൻ, അബുൽ അംബിയ, ഇമാമുൽ ഹുനഫ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും അവരുടെ ഉമ്മ ഹാജറ ബീവിയെയും ആ പരമ്പരയിലുള്ള മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുധാവനം ചെയ്യുന്ന, ഓർക്കുന്ന സന്ദർഭമാണ് ഹജ്ജ്. ഹജ്ജിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്ര എന്നാണ്. സാധാരണ സഫർ എന്ന് പറഞ്ഞ യാത്രയാണ്. റിഹ്ല എന്ന് പറഞ്ഞ ചില പ്രത്യേക ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ഹജ്ജ എന്ന് പറഞ്ഞാൽ തന്നെ ഖസദ എന്നാണ്, ഒരു പ്രത്യേക ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് പോവാന്നാണ്. ഞാൻ അതിൻ്റെ ഹജ്ജിൻ്റെ ഒരു വലിയ വിശാലമായൊരു ക്ലാസ് എടുക്കുന്നില്ല. ഈ കൂടിയിരിക്കുന്ന സ്ത്രീകളോട് ഒരു ചെറിയ കാര്യമാണ് പറയുന്നത്. ഇബ്രാഹിം നബി 5000 കിലോമീറ്റർ യാത്ര ചെയ്ത ആളാണ്. ഇറാഖിലെ
അല്ലെങ്കിൽ ഇബ്രാഹിം നബി ബാബിലോണിയയിലെ ഊർ പട്ടണത്തിൽ ജനിച്ച് പല രാജ്യത്തേക്കും ഇബ്രാഹിം നബി യാത്ര പോയിട്ടുണ്ട്. സിറിയയിലേക്ക് പോയിട്ടുണ്ട്, ഈജിപ്തിലേക്ക് പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിലേക്കും പോയിട്ടുണ്ട്. 5000 കിലോമീറ്ററാണ് അദ്ദേഹം ജീവിതത്തിനിടയ്ക്ക് യാത്ര പോയിട്ടുള്ളത്. അദ്ദേഹം ഇന്നത്തെ ഫലസ്തീനിലെ ഖലീൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അങ്ങനെ അദ്ദേഹത്തിന് പേരുണ്ട്, ആ സ്ഥലത്താണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. അത് തന്നെ 175-ാമത്തെ വയസ്സിലാണെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ ഭാര്യ ഹാജറ ബീവിയെയും മുലകുടി പ്രായമുള്ള ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൂട്ടി മക്ക തായ്വരയിൽ കൊണ്ടുവന്ന് ഈ ഭാര്യയെയും മുലകുടി പ്രായമുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോവാൻ ഒരുങ്ങുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയോട് ഹാജറ ബീവി വിളിച്ചു ചോദിച്ചു, യാ ഇബ്രാഹിം ഐന തദ്ഹബ്, ഇബ്രാഹിമേ നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? വതതുർകനാ ബിഹാദൽ വാദിൽ ലദീ ലൈസ ഫീഹി അനീസുൻ വലാ ശൈ, ഞങ്ങൾ ഈ തായ്വരയിൽ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? ഇവിടെ ആരുമില്ല, ഞങ്ങളെ സന്തോഷിപ്പിക്കുവാനോ കൂട്ടിരിക്കുവാനോ ആരുമില്ല, ഞങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പോവുകയാണോ എന്ന് ഹാജറ ബീവി ചോദിച്ചപ്പോൾ ഫഖാലത്ത് ലഹു ദാലിക മിറാറ, ആവർത്തിച്ച് ചോദിച്ചു. ഇബ്രാഹിം നബി ഒന്നും മിണ്ടിയില്ല. ലാ യൽതഫിത് ഇലൈഹ, അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. അപ്പൊ വീണ്ടും ഇബ്രാഹിം നബിയോട് ഹാജറ ബീവി ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിമേ അള്ളാഹുവിന്റെ കൽപ്പനയാണോ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ എന്ന് ആ സ്ത്രീ ചോദിച്ചു. ഏതാണ് ആ സ്ഥലം? നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആ വാദെന്ന് പറയുന്നത് ഒരു മനുഷ്യനില്ല, കൂട്ടിരിക്കാൻ ആളില്ല, കൂരാക്കൂരിരുട്ട്, തുണക്കാരുമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷിക്കാൻ ഭക്ഷണമില്ല. അതാണ് അന്നത്തെ മക്ക. ബക്ക, ഉമ്മുൽ ഖുറ, ഇങ്ങനെ വിവിധ നാമങ്ങളിൽ അറിയുന്ന ആ കൊച്ചു പ്രദേശത്ത്, ആരുമില്ലാത്തൊരു പ്രദേശത്ത് ഈ കുഞ്ഞു കുട്ടിനെയും മുലകുടി പ്രായമുള്ള റളിയായ കുഞ്ഞിനെയും കേവലം ഒരു സ്ത്രീയെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ആ സ്ത്രീ ചോദിച്ചൊരു ചോദ്യം നമ്മളെ മനസ്സിൽ തറക്കേണ്ടതാണ്. അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു താങ്കളോട് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഖാല നഅം. അതുവരെ മിണ്ടാതിരുന്ന ഇബ്രാഹിം നബി അപ്പ പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണ്. അപ്പോ ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, ഇദൻ ലാ യുളയ്യുനല്ലാഹ്, ഇദൻ ലാ യുളയ്യുനല്ലാഹ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ അള്ളാഹു കൈവിടില്ല, ഞങ്ങളെ ഒറ്റപ്പെടുത്തില്ല, പ്രയാസപ്പെടുത്തില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞൊരു സന്ദർഭം. ഹാജറ ബീവി അത് പറഞ്ഞിട്ട് ചുമ്മാ ഇരിക്കല്ല. അവര് ആ തായ്വരയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഫാ മർവ കുന്നുകൾക്കിടയിൽ ആ സ്ത്രീ അങ്ങുമിങ്ങും ഓടി. അതിനനുസ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ഹാജിമാർ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഹാജറ ബീവി വെള്ളത്തിന് അലഞ്ഞോടിയ ആ ഓട്ടം ഇന്ന് നമ്മളും ചെയ്യുകയാണ്. ആ ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് സഅയ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇദല്ലാ യുളയ്യുനല്ലാഹ്, അല്ലാഹ് ഞങ്ങളെ കൈവിടില്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസങ്ങളിലും അല്ലാഹ് കൂടെണ്ട്. അല്ലാഹ് കൈവിട്ടാലേ ഞങ്ങൾ കഷ്ടപ്പെടുള്ളൂ, അല്ലാഹ് കൈവിടില്ല എന്ന ഉറച്ച യഖീൻ, ആ ബോധ്യമുണ്ടല്ലോ, അതാണ് നമുക്ക് ഈ ഹജ്ജിൽ കിട്ടേണ്ട പാഠം. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്
163 രാജ്യങ്ങളിൽ നിന്നായി 10-40 ലക്ഷം മനുഷ്യർ ഒരുമിച്ചു കൂടുന്ന വലിയ സംഗമം. ആ സംഗമത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മുഹമ്മദ് അസദ് അദ്ദേഹത്തിൻ്റെ മക്കയിലേക്കുള്ള പാതയിൽ ഹജ്ജ് വിവരണം നടത്തുന്നുണ്ട്. അങ്ങനെ പലരും നടത്തിയിട്ടുണ്ട്. ഒന്ന്, എല്ലാ സമ്പന്നന്മാരും അവിടെ വരുമ്പോൾ 2 തുണി മാത്രമാണ് ധരിക്കുന്നത്, അതും വെള്ളത്തുണി. 2 വെള്ളത്തുണി മാത്രം. ഈ 40 ലക്ഷം വരുന്ന മനുഷ്യരെ കൂട്ടത്തിൽ വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രജകളുണ്ട്, സമ്പന്നരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്, അറബികളുണ്ട്, അനറബികളുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു വേഷം, ഈ 2 മുണ്ട് മാത്രം. പല ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അവരുടെ ഭാഷ അന്നേരത്ത് ഒരേ ഒരു മന്ത്രം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന ഒരേ ഒരു ശബ്ദം, ഒരേ ഒരു മന്ത്രം. ഭാഷ പലതാണ്. ഇവിടെ നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്, അവൻ്റെ എളിയ അടിമകളാണ്. ഇവിടെ നമുക്കിടയിൽ വേറെ ഒരു വ്യത്യാസവുമില്ല. നമ്മളിലുള്ള ഇത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാണ് സമർപ്പിക്കുന്നത്, ആരാണ് ദൈവബോധം കൈക്കൊള്ളുന്നത്, അവർക്കാണ് ഏറ്റവും ദർജ ഉണ്ടാവുക എന്നല്ലാതെ മറ്റു നിറത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ മറ്റു പദവികളോ ഒന്നുമില്ല. എല്ലാവരും തുല്യർ അള്ളാഹുവിൻ്റെ മുന്നിൽ. ഇതാണ് ഹജ്ജ് നൽകുന്ന ഒരു പാഠം. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചാൽ മറ്റൊരു സന്ദേശമുണ്ട് ആ വസ്ത്രത്തിന്. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ മനുഷ്യനെ ഖബറിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ധരിക്കുന്ന കഫംപുട ഇതുപോലൊരു വെള്ളത്തുണിയാണ്. മരണമെന്നത് നമ്മുടെ മസ്തിഷ്ക മരണമാണ്, നമ്മുടെ റൂഹിനെ അള്ളാഹു എടുക്കലാണ് മരണമെങ്കിൽ. ഹജ്ജിന് പോകുമ്പോൾ ഈ കഫംപുടക്ക് സമാനമായ ഈ 2 വെള്ളത്തുണി ഉണ്ടല്ലോ, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ അഹംബോധത്തെ, ആത്മവഞ്ചനയെ ആണ് ഇവിടെ കൊല്ലുന്നത്. അതിൻ്റെ മരണമാണ് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത്. ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ എളിയ അടിമ മാത്രമാണ്. എൻ്റെ ഈ സഹജീവികളോട് ഞാൻ കരുണ കാണിക്കേണ്ടവനാണ്. എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് കരുണ കാണിക്കുന്നവൻ എനിക്ക് കരുണ കാണിക്കുന്നുവെങ്കിൽ ഞാൻ മറ്റുള്ളവരോടും കരുണ കാണിക്കേണ്ടവനാണ്. അവിടെ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ, അവിടെ അതൊന്നുമില്ല. വഴക്കും വക്കാണവും തർക്കവും ഒന്നുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി നിൽക്കുക. നിങ്ങൾ നോക്കൂ, ദുൽഹിജ്ജ 8-നാണ് ഹജ്ജ് തുടങ്ങുന്നത്. അത് മിനയിൽ വെച്ചാണ്. മിന എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കൂടാരങ്ങളുടെ കൂടാരം, വലിയ ടെന്റുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. എവിടുന്നാ നമ്മൾ വരുന്നത്? വലിയ മണിമാളികൾ പോലുള്ള വീടുകളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന്. വീട്ടിൽ നമുക്കൊന്നുറങ്ങാൻ വലിയ മെത്തകളുണ്ട്, വലിയ സൗകര്യങ്ങളുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. അവിടുന്ന് വന്നിട്ട് കിടക്കുന്നത് മിനയിലെ ഈ ടെന്റുകളിലാണ്, കൂടാരങ്ങളിലാണ്. 1 ലക്ഷമോ 2 ലക്ഷമോ ടെന്റുകൾ അവിടുത്തെ ഭരണകൂടം, സൗദി ഭരണകൂടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടെന്റിൽ, ഒരു കൂടാരത്തിൽ 30 പേർ അല്ലെങ്കിൽ 40 പേർ, 50 പേർ, ഇങ്ങനെ കുറഞ്ഞ ആളുകളാണ് ഒരു ടെന്റിൽ. തൊട്ടപ്പുറത്ത് കിടക്കുന്നവൻ ആരാണ്, ഏത് നാട്ടുകാരനാണ് അറിയില്ല. ഒരു പക്ഷെ നമ്മൾ നാട്ടുകാരെ ഒന്നിച്ചു ടെന്റിൽ കഴിയാന്നല്ലാതെ ചിലപ്പോൾ അങ്ങനത്തുള്ളവരായിരിക്കില്ല ടെന്റിൽ. പല നാട്ടുകാർ, പല ഭാഷക്കാർ. ഇവിടെ നമ്മളൊക്കെ അൽ മുഅ്മിനൂന ഇഖ്വ, നമ്മുടെ ഉഖുവത്ത്, ഇഖ്വാനിയത്ത്, നമ്മൾ സഹോദരങ്ങളാണ്, സാഹോദര്യമാണ്, അന്യനോടുള്ള കരുതലാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഇങ്ങനെ ഹജ്ജിൻ്റെ ഓരോ സന്ദർഭവും വലിയ പാഠമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുന്നില്ല. തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒന്ന് പറഞ്ഞതാണ്. എനിക്കാകെ നിങ്ങളോട് പറയാനുള്ളത്,
ഈ ഹജ്ജ് നമുക്ക് നൽകുന്ന പാഠം, ഒന്ന് മിനയിലുള്ള ഈ പാഠമാണ്. രണ്ട്, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് ആ കോട്ടൺ 2 തുണിയുണ്ടല്ലോ, അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമുക്ക്. ഒന്ന്, മനുഷ്യൻ വസ്ത്രം കൊണ്ട്, ഭാഷ കൊണ്ട്, ദേശം കൊണ്ട്, വർണ്ണം കൊണ്ട് ഒക്കെ മനുഷ്യനെ വേർതിരിച്ച ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ ഒന്നായി കാണാൻ നൽകുന്ന ഒരു സന്ദേശം. രണ്ട്, മനുഷ്യൻ എത്ര ഉന്നതിയിൽപ്പെട്ടാലും എത്ര വലിയവനാണെങ്കിലും നാളെ മരിച്ചു പോവേണ്ടവനാണ് എന്ന ഒരു സന്ദേശം നൽകുന്നുണ്ട്. അള്ളാഹു അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ ഉൾക്കൊള്ളിച്ച് തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഹജ്ജിനെ കുറിച്ചിട്ട് നബി പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഹജ്ജ് ചെയ്താൽ, മബ്റൂറായ ഹജ്ജ് ചെയ്യേണ്ട വിധത്തിൽ ഹജ്ജ് ചെയ്താൽ സ്വർഗമല്ലാത്തൊരു പ്രതിഫലവും ഇല്ല. സ്വർഗം അവനക്ക് ഉറപ്പാണ് മബ്റൂറായ ഹജ്ജ് ചെയ്താൽ. അള്ളാഹു അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമുക്കും ഹജ്ജിന് പോവാനും ആ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു കലാമി ഹാദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.